പൊട്ടിച്ചപ്പം ചെറുതായിട്ടൊരു ഓട്ട വീണു, ചെറുതായിട്ട്. ഇതാണ് ഗൈസ് സൺസെറ്റ് ലാമ്പ് എന്ന് പറയുന്നത്. ഓ മൈ ഗോഡ്. ഇതിൽ സൺസെറ്റ് റെഡ്, റെയിൻബോ, സണ്ണ്, സൺസെറ്റ് അങ്ങനെ എത്രയോ കളേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഇവിടെ റിമോട്ട് കിട്ടും എന്നാണ് കേട്ടെങ്കിൽ അറിയില്ല. സൺസെറ്റ് ലാമ്പ് LED അറ്റ്മോസ്ഫിയർ ലാമ്പ് അങ്ങനെ എന്തോന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഞാൻ കടൽ ക്ലൗഡ് നിങ്ങൾക്ക് അറിയായിരിക്കും. കടൽ ക്ലൗഡ് ഫാൻ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ കടൽ ക്ലൗഡിലത്തെ ആര്യ ചേച്ചീൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പേ ഞാനിത് മേടിച്ചിട്ടുണ്ട്, ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഞാനിങ്ങനെ എല്ലാ വീഡിയോസും അപ്ഡേറ്റഡ് ആയിട്ട് ഞാൻ കാണാറുണ്ട്. അപ്പം ഞാനിത് കണ്ടപ്പോൾ ആര്യ ചേച്ചി മേടിച്ചു എന്നുള്ള പോലെ കാണുന്നില്ലേ? ഓക്കെ, അങ്ങനെ കരുതിയിട്ട് ഭയങ്കര ഹായ്. പക്ഷെ ഞാൻ അതിനെക്കാട്ടും മുമ്പേ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അൺബോക്സ് ചെയ്യാം. എങ്ങനെ ഫിറ്റ് ചെയ്യാറില്ല. ലൈക്ക് ചെയ്യേണ്ട ID. റിമോട്ട് കവറ് ഓപ്പൺ ആയിരുന്നു. ഇത് വരുന്നതിന് മുമ്പേ ഞാൻ പൊട്ടിക്കും എന്നാണ് തോന്നുന്നത്. ഓ മൈ ഗോഡ്, ഇതിങ്ങനെ വലിക്കാനുള്ളതുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഐഫോൺ പോലെയാണ്. എന്തൊക്കെ അറിയില്ല, എന്തായാലും കുഴപ്പമില്ല. ഇത് വലിക്കുന്നതല്ല കേട്ടോ, ഇത് വേറെ എന്തോന്നാണ്. റിമോട്ട് ഉണ്ട് ഗൈസ്, അതിന് കൂടി കവറാണ് ഗൈസ്. ഇത് പണിയെന്ന് വീണ് അമ്മേ ഇത് വീഴാൻ പോയതാ, കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ഇത് റിമോട്ട്. രണ്ടാമത്തെ പ്രാവശ്യം കവറിലിടാൻ നോക്കിയിട്ട് മീന് നമുക്ക് ചോറായിട്ടുള്ള പാത്രം ചുമ്മാ വരണം. ഓ ഇതാണ് വയറ് കേട്ടോ. ഇതാണ് ഗൈസ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഒരു മറ്റേ എന്താ പറയുക, ഇതിനെന്താ പറയുക എനിക്കറിയില്ല. സ്ക്രൂ ഡ്രൈവർ ആണെന്ന് തോന്നുന്നു. സ്ക്രൂ ഡ്രൈവർ അല്ല ഗൈസ്, എന്തൊക്കെ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇതിന് വയറൊക്കെ കാണുന്നുണ്ട്. ഓ ഇറ്റ്സ് ഗുഡ്. ഓക്കെ, ഇനി ഇവിടെ എന്തോ ഫിറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ ആരുടെ പറയുന്നത് ഏകദേശം എനിക്ക് മനസ്സിലായി. ഓ എനിക്ക് കത്തി. ഇത് നമ്മൾ ട്യൂട്ടോറിയൽ ഉറപ്പില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ ആണ് തോന്നുന്നു ഇത് ഇടണം. എന്നിട്ട് ആ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട്, സ്ക്രൂ ഡ്രൈവർ അല്ല, ഈ സംഭവമൊക്കെ എടുത്ത് തിരിക്കണം. ഓക്കെ, എന്നിട്ട് റിമോട്ട് വെച്ചിട്ട് ഇത് കുത്തിയിട്ട് റിമോട്ട് വയ്ക്കാം. ഞാൻ ഇത് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ട് സെറ്റാക്കിയിട്ട് വരാം ഗായ്സ്. ഇത് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് സെറ്റാക്കണം. ഞാൻ സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. സെറ്റാക്കി, ലൈറ്റില്ല അല്ലേ, സോറി. ഓക്കെ ഗായ്സ്, നമ്മൾ സെറ്റാക്കി. സോറി, ഇതാണ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. ഫുള്ള് സെറ്റാക്കിയില്ല. ഇത് ഞാൻ ഊരിയിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനെയാണ് വരിക. ഒന്നുമില്ലടാ, സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്താൽ മതി. അത് ഉള്ളിലേക്ക് തിരികെ വെക്കുക. ദെൻ ഒരു വട്ടം പോലത്തെ സാധനമില്ലേ, അത് ഇവിടെയും വയ്ക്കുക. ഇവിടെ സ്ക്രൂ ഡ്രൈവർ ഇട്ട് സെറ്റാക്കിയതിന് ശേഷം ഇവിടെ ഇടുക. എന്നിട്ട് ഇനി ഇതൊക്കെ എൻ്റെ അമ്മ ചെയ്തെന്ന്. ഇനി നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത് ഈ ഒരു സംഭവം എടുത്തിട്ട്, ഈ കോലെടുത്തിട്ട് ഇതിൽ തിരിച്ച് വയ്ക്കാൻ കാണിച്ചു. ഒറ്റക്കൈ ആയതുകൊണ്ട് അതൊന്ന് പറ്റുന്നില്ല. ഇല്ല, സെറ്റാവാൻ ഞാൻ ചെയ്തിട്ട് കാണിച്ചതേ. ഒറ്റക്കൈ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ഫുള്ള് സെറ്റാക്കി. കണ്ണാടി കാണുന്നില്ലേ, ഇത് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ റൂമിൽ നിന്ന് എടുക്കുന്നത് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഓണാക്കാൻ ഭയങ്കര വയ്യ. പിന്നെ ഇതിൽ അഡാപ്റ്റർ ഇല്ല, നിങ്ങൾ തന്നെ അഡാപ്റ്റർ എടുക്കണം. അപ്പം നമുക്ക് റിംഗ് ലൈറ്റിൻ്റെ അഡാപ്റ്റർ പോയിട്ട് എടുത്തിട്ട് സെറ്റാക്കാൻ നോക്കാം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ ഫൈനലി ഇതൊക്കെ സെറ്റാക്കി. ഒരു അഡാപ്റ്റർ വെച്ച് നിങ്ങളത് ഗൈസ്, അഡാപ്റ്റർ ഇവിടെ കുത്തിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ സെറ്റാക്കി. ഇനി നമുക്ക് ഇവിടെ വെക്കാം. ഓ കുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഓക്കെ. അയ്യോ അതൊന്നും കണ്ട.
ഓക്കെ, ഇനി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യും. കിട്ടി കിട്ടി. ഇങ്ങനെ കളറ് മാറി മാറി കത്തിപ്പോൾ എവിടെയാ വെക്കുക? എനിക്ക് താത്തിയിട്ടല്ലേ കാണാം, ഞാൻ പിടിച്ചേക്കാം. ഇങ്ങനെ കളറ് മാറും. ഇനി നിങ്ങൾക്ക് അത്യാവശ്യത്തിന് എല്ലാ കളേഴ്സും ഉണ്ട്. നമുക്ക് പിങ്ക് ഇടാം. പിങ്ക് എന്താ ആക്കാത്തെ? എന്താ റിമോട്ട്? റിമോട്ട് വർക്കാവുന്നില്ല. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഈ സംഭവം? അത് നിങ്ങൾ ഊരണം, എന്നാലാണ് ഇത് വർക്കാവുക. ഇപ്പോഴാട്ടോ ഞാൻ അറിയുന്നത്. നമുക്ക് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ഓണാക്കി, ഇവിടെ ഓണും കൂടി ആക്കിക്കോളൂ ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക്. ഇത് നമുക്ക് കുറയ്ക്കാം. കുറഞ്ഞേ. ഇനി ഇത് കൂട്ടാം. ഇത് കൂട്ടും ചെയ്യാ. ഇനി നമുക്ക് ബ്ലൂ ഇടാം. ഞാനിപ്പോൾ ഇതിൽ മാത്രം എടുക്കുന്ന. നമ്മുടെ റിയൽ ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ബാക്കിലെ ലൈറ്റ് ഉണ്ട്. ഇതാണ് കേട്ടോ ഗ്രീൻ. എനിക്ക് ഇഷ്ടം. ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ? ഫോട്ടോ എടുക്കുന്ന അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവുക ബാക്കില്. നമുക്ക് മുഖത്തേക്ക് വെക്കാം. മുഖത്തേക്ക് വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗ്രീന്. യെല്ലോ ഇടാം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. നല്ല രസമില്ലേ? ഒരു എന്താ പറയുക, വാം ലൈറ്റ്. ഇനി ഇരുന്നിട്ട് ഓക്കെ. ക്യാമറ എത്ര സെറ്റല്ല. ഓ മൈ ഗുഡ്നസ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. നല്ല രസമല്ലേ? നമുക്ക് ഏതാക്കാം? റെഡൊക്കെ നമ്മൾ കണ്ടാണ്. ഡാർക്ക്, സോറി, ഇത് ഡാർക്ക് ബ്ലൂ ആ. ഈ ലൈറ്റ് കണ്ടപ്പോൾ എനിക്ക് ഡാർക്ക് ഗ്രീൻ പോലെ തോന്നി. ഇതും കൊള്ളാം. ബാക്കിലേക്ക് വെച്ച് കള യെല്ലോ നമ്മൾ ചെയ്താണ്. ഇങ്ങോട്ട് വെച്ച് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കിട്ടില്ല. എല്ലാ കളേഴ്സും നമുക്ക് ചെയ്യാം. ഇതെല്ലാ കളേഴ്സും ഉള്ള അതാണ് ഫ്ലാഷ് ബട്ടൺ. സ്ട്രോബ് എന്താ? എന്തൊക്കെ അറിയില്ല. ഫെയ്ഡ്. ഫെയ്ഡ് എന്ന് പറയുന്ന പതുക്കെ ചെയ്യുന്നതാണ്. സ്മൂത്ത്, ഒരു സ്മൂത്ത് ആയി പോകുന്ന അതൊന്നും എനിക്കറിയില്ല. ഇതാണ് ഡാർക്ക് എന്ന് എനിക്ക് തോന്നുന്നു. റെഡാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഇങ്ങോട്ട് വെച്ച് ചെയ്യാം. ഓക്കെ, ഇതാണ് ഏറ്റവും ഡാർക്ക് ഗ്രീന്. ഏത് മുകളിൽ ഇങ്ങനെ RGB എന്ന് എഴുതിയിട്ടുണ്ട്. RGB. പിന്നെ വൈറ്റ് ഉണ്ട്. വൈറ്റ് ആണ് കേട്ടോ ഇത്. വൈറ്റും കൊള്ളാം. പിന്നെ ഇതൊന്നും നോക്കണ്ട, ഇതിപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞ മെസ്സാണ് ഗൈസ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറയ്ക്കൊക്കെ ചെയ്യാം. ഇങ്ങനെ എഴുതിയിട്ടുണ്ട് RGB W എന്ന് എഴുതിയിട്ടുണ്ട്. W വൈറ്റ്, ബ്ലൂ ഏറ്റവും ഡാർക്ക് ബ്ലൂ, ഗ്രീൻ ഏറ്റവും ഡാർക്ക് ഗ്രീൻ, റെഡ് ഏറ്റവും ഡാർക്ക് റെഡ്. സോ നല്ലതാണ്. കണ്ടോ? രസമില്ലേ? ഇനി നമുക്ക് നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ഇടാം. ഇത് ഡാർക്ക് അല്ലേ? കണ്ണിലേക്കാ. ചുമരിൽ ഏറ്റവും ഭംഗി ഏതാ നോക്കാം. ഇതൊക്കെ ഒരു ഹൊറർ വൈബാണോ തരുന്നത്? ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ വൈറ്റ് ഇട്ടോക്കാം. വൈറ്റ് നോർമൽ. ഇത് പക്ക ഹൊറർ. ഭയങ്കര പച്ചപ്പ് തരുന്നുണ്ട്. നമുക്ക് വൈറ്റ് തന്നെ വീഡിയോ എടുക്കാം. കണ്ണിലേക്കാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഞാൻ എന്തായാലും നല്ല ഹാപ്പിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും കൊടുത്തിട്ടില്ല തോന്നുന്നു. ഇവിടെ ഒരു
കളർ തന്നിട്ടുണ്ട്. RGB 5 കുറച്ച് എന്തൊക്കെ തന്നിട്ടുണ്ട്. ഓ ഇത് ഓണാക്കുക, ഇത് ഓഫാക്കുക, അതാണ് ഗൈസ്. അതെനിക്ക് മനസ്സിലായി. ഇവിടെ ഒരു റിമോട്ട് ഉണ്ടാവേണ്ടിയാണ്. ഓക്കെ, അതെനിക്ക് മനസ്സിലായി. റിമോട്ട് മാറാൻ തോന്നുന്നുണ്ടല്ലോ. അന്നൂടാ സൺസെറ്റ് റെഡ് 5 റെയിൻബോ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ ഒന്നും എവിടെ എനിക്കറിയില്ല ഗൈസ്. ഇതിൽ കൊടുത്തേക്കുന്നത് അവൈലബിൾ കളേഴ്സ് റെയിൻബോ, സൺസെറ്റ് റെഡ്, സണ്ണ്, സൺസെറ്റ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്കിതുവരെ കണ്ടില്ല. 6 ഇനി റെയിൻബോ? 6 നോക്കട്ടെ. അല്ല, 6 വെറും റെഡേ ഉള്ളൂ. ചിലപ്പോൾ ഇതാണോ ഇനി സൺസെറ്റ് റെഡൊക്കെ? എന്തായാലും എനിക്കറിയില്ല. ഇതിനെ കുറിച്ചിട്ട് എനിക്ക് ഇത്തിരി പഠിക്കാനുണ്ട്. ഇത് ഓൺലൈനിൽ 200 മുതൽ തുടങ്ങുന്നത്. പക്ഷെ ചിലതൊക്കെ ബാഡ് റിവ്യൂ ആണ്. ഇത് നല്ലതാണ്. 271 തോന്നുന്നു. ഡെലിവറി ചാർജ് കൂട്ടിയിട്ട് ഏകദേശം 300 ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ 300 മുകളിലും ഉള്ളതുണ്ട്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി ഞാൻ യൂസ് ചെയ്തിട്ട് അറിയാം, അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, ഓഫായപ്പോൾ ഇത്രയും വെളിച്ചമുണ്ടായിരുന്നു. ഇത്ര വെളിച്ചത്തിലായിരുന്നു നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, എന്തായാലും അടിപൊളിയാണ്. മസ്റ്റ് ബൈ ആയിട്ടാണ്. എല്ലാവർക്കും ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഇഷ്ടമുള്ളവർക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനൊക്കെ നല്ല രസമാണ്. സോ ഇത്രയുള്ള വീഡിയോ. എന്തായാലും ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്താം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരണ്ട്. എല്ലാവർക്കും ബൈ ബൈ.